കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തലസ്ഥാനത്ത് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് ഈ പ്രഖ്യാപനമുണ്ടാവുക. അതേസമയം ശരിയായ രേഖകൾ ഇല്ലാതെയുള്ള പ്രഖ്യാപനത്തിനെതിരെ ഇടത് സാംസ്കാരിക നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് കേരളത്തെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കാൻ കഴിയില്ലെന്ന് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്. പ്രഖ്യാപനം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെന്നും അവർ വിമർശിച്ചു. വരുന്ന ഗവൺമെൻറ് ഏത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ധനപ്രതിസന്ധി, കേരളം അഭിമുഖീകരിക്കുന്ന ധനപ്രതിസന്ധിയുടെ ആഴം കാണുമ്പോൾ നമുക്കറിയാം ഒരു ഗവൺമെൻറ്റിനും കേരളത്തെ ഉടനെ എങ്ങും കരകയറ്റാൻ പറ്റില്ല. ഒരു രാത്രി കൊണ്ട് അതിദരിദ്രരെ ഇമ്പ്രൂവ് ചെയ്യാൻ എങ്ങനെ കഴിയും? എന്താണ് ഈ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാവുക? അതായത് മാന്യമായ ജീവിതം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് ഒരു ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്ന് ഏത് പമ്പര വിഡ്ഢിക്കും മനസ്സിലാകും. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, പ്രഖ്യാപനം വെറും പാഴ്വാക്ക്, അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് പൊതുവെ ശക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും KP സുരേഷ്, ഈ ഒരു പ്രഖ്യാപനത്തിനെതിരെ ഇന്ന് വൈകിട്ടാണ് പ്രഖ്യാപനം നടക്കുക. അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇതിനെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. ഏറ്റവും എടുത്തു പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷ അനുകൂലികൾ ഉൾപ്പെട്ട സാമൂഹിക സാമ്പത്തിക വിദഗ്ധർ കത്ത് നൽകിയിരുന്നു. അതിൽ കത്ത് നൽകിയ പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനം TV-യോടാണ് മേരി ജോർജ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ അതിലെ മാനദണ്ഡങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് കണക്കുകൾ ശേഖരിച്ച് ഇത്തരത്തിൽ പഠനം നടത്തിയിരുന്നു എന്നുള്ള വിമർശനം അടക്കമാണ് ചോദ്യങ്ങളായി ഉയർത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത്തരത്തിലുള്ള സാമൂഹിക അന്തരീക്ഷം, ജീവിത അന്തരീക്ഷം കേരളത്തിലുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതായത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു വാസസ്ഥലം, ഒപ്പം തന്നെ സാമ്പത്തിക രംഗം, അതായത് സ്ഥിര വരുമാനം, ഒപ്പം തന്നെ തൊഴിൽ, ഇങ്ങനെ എല്ലാ തരത്തിലും പട്ടിണിയില്ലാത്തൊരു സാഹചര്യം, എല്ലാ തരത്തിലും ഉള്ള സാഹചര്യം, ഉയർന്നൊരു മെച്ചപ്പെട്ടൊരു ജീവിത നിലവാരം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കിട്ടുന്നുണ്ടോ? അത്തരത്തിലുള്ള സാഹചര്യം നിലവിലില്ല എന്നുള്ളത് പകൽ പോലെ വെളിച്ചം വ്യക്തമാകുന്ന സാഹചര്യത്തിൽ സർക്കാർ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഒറ്റ രാത്രി കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് മേരി ജോർജ് ആവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലെ സാമ്പത്തിക അവസ്ഥ മാത്രമല്ല, നമ്മൾ നഗരങ്ങൾ പരിശോധിച്ചാൽ, തിരുവനന്തപുരം ജില്ലയായാലും അല്ലെങ്കിൽ കേരളത്തിൽ ഉടനീളം നമ്മൾ യാത്ര നടത്തിക്കഴിഞ്ഞാൽ, നമ്മളിൽ മിക്കവരും യാത്ര ചെയ്യുന്നവരുമാണ്. ഇപ്പോൾ തലസ്ഥാന നഗരത്തിലടക്കം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡും. ഇപ്പോഴും അവിടെ അന്തി ഉറങ്ങുന്നവരുണ്ട്. മലയാളികളടക്കം നിരവധി പേർ ഒരു നേരം ഭക്ഷണത്തിനായിട്ട് നമുക്ക് മുന്നിൽ കൈനീട്ടുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള പച്ച പരമാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോൾ സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്നത്? ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയാത്ത ജനങ്ങളുണ്ട്. അവരെ ഇരുട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനം അവരോട് ചെയ്യുന്ന ഏറ്റവും ദോഷകരമായ പ്രവൃത്തിയാണ് സർക്കാരിൻ്റെ എന്നുള്ള വിമർശനം കൂടിയാണ് മേരി ജോർജ് ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാരണം, ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തരംതിരിവ്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണോ താഴെയാണോ എന്നുള്ളത് തരംതിരിവ് നടത്തുന്നത് റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയാണ്. 4 തരത്തിലുള്ള തരംതിരിവാണുള്ളത്: മഞ്ഞക്കാർഡ്, അതുപോലെ തന്നെ പിങ്ക്, അതുപോലെ തന്നെ വെള്ള, നീല. ഈ അവസാനം പറഞ്ഞ 2 കാർഡുകളും അത് ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. അത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണെന്നുള്ളതാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് തെളിയിക്കുന്നതാണ് മറ്റു കാർഡുകൾ. അതടക്കമുള്ള ആനുകൂല്യങ്ങൾ, കേന്ദ്രത്തിൽ നിന്നടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇത് ലഭിക്കാതിരിക്കുവാൻ കാരണമാകും എന്നുള്ളതാണ്. 5 ലക്ഷത്തോളം ഈ ഒരു വിഭാഗത്തിൽ 5 ലക്ഷത്തോളം പേരാണുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ അന്ത്യോദയ അന്ന യോജന പദ്ധതിയിലൂടെ തന്നെ നിരവധി പേർ ഈ ഒരു കാർഡിൻ്റെ ഗുണഭോക്താക്കളാകുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് 3 രൂപയ്ക്കും അതുപോലെ തന്നെ 2 രൂപയ്ക്കും കിട്ടുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധരടക്കം അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം വെറും വാക്കാണ്, യാഥാർത്ഥ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നു എന്നത്.